നമ്മൾ നോക്കാൻ പോകുന്ന ചെറിയ 1-2 ടിപ്സുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടതിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതിലൊരാൾ ചോദിച്ചേക്കുന്നതിൽ ഞാൻ മിക്കപ്പോഴും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട് ഈ കാണുന്ന രീതിയിൽ. അത് ഞാനങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചിന്തിക്കാനില്ല. അത് ഓരോരുത്തരുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ടെക്സ്റ്റ് സാധാരണ നിങ്ങൾക്ക് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യണതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഷോർട്ട് കീ T അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോപ്പി എടുത്ത് മാറ്റി അറേഞ്ച് ചെയ്തിട്ട് അതിൽ റീടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഏതളവായിരുന്നാലും നമുക്കത് പ്രിൻ്റ് ചെയ്യാൻ ഉള്ള ഒരു മീഡിയയ്ക്ക് ഓരോ അളവുകളുണ്ട്. അതായത് 3 അടി, 4 അടി, 5, 6 പിന്നെ അങ്ങനെ ഓരോ അടികൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മീഡിയയുടെ ഒരു അളവും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. ഇപ്പോൾ പുതിയ ഒരു കട തുടങ്ങാൻ പോവുക, അല്ലെങ്കിൽ ഒരു പുതിയ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരുവാണ്, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് വരികയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മീഡിയ നഷ്ടം വരാത്ത രീതിയിലുള്ളൊരു അളവായിരിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ല, ഓൾറെഡി ഒരു ഫ്രെയിം അവിടെ ഉണ്ട്. ഫ്ലെക്സ് ഡിസൈനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഫ്രെയിം അവിടെ ഉണ്ട്. ആ ഫ്രെയിമിൻ്റെ അളവിലേക്ക് അടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ആ അളവ് ഏതാണോ അതിനനുസരിച്ചുള്ള മീഡിയയിൽ അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയൊരു ബോർഡാണെങ്കിൽ നമുക്ക് 10:3 അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ബോർഡാണെങ്കിൽ 3:2 പറഞ്ഞു കൊടുക്കാം. 8:3 പറഞ്ഞു കൊടുക്കാം. 8:2 പറഞ്ഞു കഴിയുമ്പോൾ 2ൻ്റെ മീഡിയ ഇല്ല, 3ൻ്റെ മീഡിയ ഉള്ളൂ. അപ്പോൾ ഒരടി വേസ്റ്റ് പോകും. അപ്പം അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള മീഡിയയുടെ കാര്യങ്ങളോട് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഡിസൈൻ ചെയ്ത ഏത് വർക്ക് തന്നെ ആയാലും അത് പ്രിൻറ്റിന് വേണ്ടി കൊടുക്കുമ്പോൾ എങ്ങനെ സേവ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ സേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് JPG ആയിട്ട് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ ടിഫായിട്ട് സേവ് ചെയ്യാം. നിങ്ങൾ JPG ആയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. Ctrl+Shift+S അടിക്കുക, സേവ് ആസ് ചെയ്യുക. JPG ആയിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യണത് എങ്കിൽ സേവ് ചെയ്യാനായിട്ട് Ctrl+Shift+S അടിക്കുക. അപ്പോഴത്തേക്കും ആ ഫോൾഡറിലേക്ക് വരും. ആ ഫോൾഡർ നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇതിൽ ഞാൻ കൊടുത്തേക്കണം 1:3 സൈസാണ്. അപ്പോൾ ഇഞ്ചളവാണെങ്കിൽ ഇഞ്ചളവ് കൊടുക്കുക. 1:3 ഇഞ്ചിലേക്ക് വന്നു കഴിയുമ്പോൾ 12:36 വരും. അപ്പോൾ കണക്കാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇഞ്ചിലാണെങ്കിൽ ഇഞ്ച്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെ, അത് ഏത് രീതിയിലാണെന്നുള്ളത് അങ്ങനെ എഴുതുക. അതിനുശേഷം സ്പേസോ അല്ലെങ്കിൽ ഡോട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതിനുശേഷം അത് ഏതാണോ, സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ, വിനയിലാണെങ്കിൽ വിനയിൽ, ഏത് പ്രിൻ്റാണെന്നുള്ളത്, ലൈറ്റ് ബോർഡ് ആണെങ്കിൽ ലൈറ്റ് ബോർഡ്, അത് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ സ്റ്റാറിന് ഞാൻ കൊടുക്കുന്നത് അത് 2 കോപ്പി എനിക്ക് വേണം. 2 കോപ്പിന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ 2 NOS കൊടുത്താലും മതി. 2 നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ JPG സെലക്ട് ചെയ്തിട്ട് ഓൾറെഡി അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചേക്കുന്നത് സേവ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം 1:3 ഇതിൻ്റെ സൈസ്, സ്റ്റാർ പ്രിൻ്റാണ് വേണ്ടത്, 2 വേണം എന്നുള്ളത് അവർക്ക് ഈ ഒരു പേര് കണ്ടാൽ മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവരിങ്ങനെ ആയിരിക്കും പറഞ്ഞു തരിക. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യുക. JPG ആയിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് ഓരോ മെഷീനിലും വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, റിപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് അത് ഏത് രീതിയിൽ സേവ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് കേട്ടോ. നിലവിൽ സാധാരണ പ്രിൻറ്റിങ് സെൻറ്ററുകളിലെല്ലാം JPG ആയിട്ട് അയച്ചു കൊടുത്താലും അവർ പ്രിൻ്റ് ചെയ്ത് തരും. അതല്ലെങ്കിൽ ടിഫായിട്ട് അയച്ചാലും അവർ പ്രിൻ്റ് ചെയ്ത് തരും. നിലവിൽ ഇപ്പോൾ ടിഫായിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ നേരെ ലെയറിൽ പോയിട്ട് ഇത് ഫ്ലാറ്റൺ ഇമേജ് കൊടുക്കുക. ഫ്ലാറ്റൺ ഇമേജ് കൊടുക്കാതെ ടിഫായിട്ട് സേവ് ചെയ്യരുത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫയൽ ഫ്ലാറ്റൺ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ അത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നു.
അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ CMYK ചെയ്യേണ്ടത് RGBയിലേക്ക് ചെയ്തു. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. ആ വീണ്ടും ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കി CMYK ആക്കിയാൽ മാത്രമാണ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അവർ ഓപ്പൺ ആക്കി എന്ന് പഠിക്കും. അപ്പോൾ എങ്ങനെയാണ് അവർ അറിയാതെ ഒരു ഫയല് ഓഫായിപ്പോയി, ഫയലല്ല ഒരു ലെയർ ഓഫായിപ്പോയി. ഇപ്പോൾ ഈ ലെയർ ഓഫാണ്. ഈ ലെയർ ഓഫ് ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പ്രിൻ്റ് വരില്ല. അതുപോലെ തന്നെ ജസ്റ്റ് അവരിങ്ങനെ കൈ തട്ടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അലൈൻമെൻറ്റ് മാറി അവർ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടിഫ് ആയിട്ട് സേവ് ചെയ്യണമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, ഫയല് ഫ്ലാറ്റൺ ചെയ്തിട്ട് സേവ് ചെയ്യുന്നത്. ഓക്കെ, വർക്കിംഗ് ഫയൽ ഫ്ലാറ്റൺ ചെയ്തിട്ട് സേവ് ചെയ്യുക. പിന്നെ വേറെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50 MB വർക്കിംഗ് ഫയലാണെങ്കിൽ അത് ഫ്ലാറ്റൺ ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ അത് നേരെ പകുതിയായിട്ട് കുറയും. പകുതി എന്ന് പറഞ്ഞാൽ കറക്റ്റല്ല, എന്നാലും എത്ര MB ആണെന്നുള്ളത് അപ്പോൾ 50 MB ആണെങ്കിൽ ചിലപ്പോൾ അത് 20-25 MB ആയിട്ടത് കുറയും. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞ രീതിയിൽ കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്.